നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് കാണുന്ന കാഴ്ച, അതാണ് നമുക്ക് അന്നത്തെ ദിവസം നല്ലതാവണോ ചീത്തയാവണോ എങ്ങനെ ആവണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ്, അതുപോലെ നല്ലൊരു കാഴ്ചയാകുമ്പോഴും നമുക്ക് ആ ഒരു ദിവസം നല്ലൊരു ദിവസമായിട്ട് മാറും. അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തലേദിവസം നല്ല മഴയുണ്ടായിരുന്നെന്ന് തോന്നി. അവിടെ ഫുള്ള് നനഞ്ഞ് നല്ലൊരു ക്ലൈമറ്റായിട്ട്, നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയി ചായ തിളപ്പിച്ച് കുടിച്ചു. അതിനുശേഷം ഞാനിങ്ങനെ ആലോചിച്ചു ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സേമിയ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, സവോള, നമ്മുടെ ജിഞ്ചർ, അതുപോലെ പച്ചമുളക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അത് ഞാൻ കടുക് പൊട്ടിച്ച് വഴറ്റി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വലിയൊരു അക്കടി പറ്റിയെന്ന്. എന്തെന്ന് വെച്ചാൽ അതിന് ശേഷമുള്ള വീഡിയോ എൻ്റെ ഫോണിൽ സേവ് ആയിട്ടില്ലായിരുന്നു. ക്യാമറ ഓഫായിരുന്നു എന്ന് തോന്നുന്നു, പ്ലേ ആയിട്ടില്ല. അപ്പോൾ അത് വലിയൊരു അമളിയായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്മാവ് റെഡിയാക്കി ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് താമസിച്ചു. പതുക്കെ താമസിച്ചെഴുന്നേറ്റ് താമസിച്ചെല്ലാം ചെയ്തപ്പോൾ കഴിക്കാനും കുറച്ച് ലേറ്റായി. പിന്നെ സേമിയ ഉപ്മാവും കട്ടൻ ചായയും കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് കുറച്ച് ഫോണിലൊക്കെ ഒന്ന് നോക്കിയിട്ട് പതുക്കെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വന്നിട്ട് നമുക്ക് വൈകിട്ട് സ്നാക്ക് പോലെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുഴുങ്ങി തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പയർ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുളകിട്ട് കറി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ, ഗാർലിക്ക്, അതുപോലെ ഉള്ളി ഇതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. പിന്നെ നമുക്കൊരു അവിയലുണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഒരു അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിയലിന് എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അടുപ്പത്ത് വയ്ക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വയ്ക്കുകയാണ്. ഒരുപാട് വെള്ളം വേണ്ട, ഈ പച്ചക്കറി തന്നെ വെള്ളമുണ്ട്. അപ്പം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അരപ്പെല്ലാം റെഡിയാക്കി അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം വറ്റിയെന്ന് നോക്കാൻ വേണ്ടി തുറന്ന് നോക്കിയപ്പം വെള്ളമൊന്നും വറ്റിയിട്ടില്ല. അപ്പോൾ അതുപോലെ അടച്ചു വെച്ചു. പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അയല മീൻ. അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്തി വറുക്കാൻ വേണ്ടിയിട്ട് മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട, എല്ലാവർക്കും അറിയാം, എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്തിട്ടില്ല, അടച്ചു വെച്ചു. കഴിക്കാൻ നേരത്ത് മിക്സ് ചെയ്യും. പിന്നെ ഞാനിവിടെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് നമ്മുടെ മീൻ മുളകിട്ടത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു മോര്, തേങ്ങ അരയ്ക്കാതെ കടു പൊട്ടിച്ചിരുന്ന ഒരു മോര് കറി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് ലഞ്ച് കുറച്ച് ഹെവി ആവട്ടെ എന്ന് വിചാരിച്ച് മീൻകറി, അതുപോലെ മത്തി വറുത്തത്, അവിയൽ, പിന്നെ മോര്, പിന്നെ കുറച്ച് മാങ്ങാച്ചാറും ഒരു പപ്പടവും. അപ്പോൾ തന്നെ ഓക്കെ ആയി. ഇന്നത്തെ ലഞ്ച് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞാൻ ലഞ്ച് നന്നായിട്ട് കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.